ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ 10 ചോദ്യമാണ്. 10 തരത്തിലുള്ള ചോദ്യമാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ, അതായത് എക്സാമിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് അനാവശ്യ ഫോമിൽ എന്ത് ചെയ്യുക ഈടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. അതായത് മാർക്കറ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, ഇങ്ങനെ അത് തമ്മിലുള്ള ഫോമിൽ അതൊന്നുമില്ല. എല്ലാം എളുപ്പ മെത്തേഡ്, ചെറിയൊരു കൺസെപ്റ്റ് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ ഇടുക. അപ്പോൾ ഈ ഫസ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. എ ഷോപ്പ് കീപ്പർ ബൈസ് ആൻ ഐറ്റം ഫോർ 500. ബൈസ് ആൻ ഐറ്റം എന്ന് പറയുമ്പം ഇവിടെ കോസ്റ്റ് പ്രൈസ്, ബൈ എന്ന് പറയുമ്പം കോസ്റ്റ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്ര? 500 തന്നിട്ടുണ്ട്. സെൽസ് ഇറ്റ് ഫോർ 600. സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യുക? 600. ഇത് ബേസിക് ആയിട്ടുള്ള ചോദ്യമായതുകൊണ്ട് ഈ നമ്മൾ ഫോമിൽ ഉപയോഗിക്കേണ്ട കാര്യമുണ്ട്. കാരണം പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എന്ത് ചെയ്യുക? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് അത് എത്രയാണ്? 100 ബൈ കോസ്റ്റ് പ്രൈസ്. എപ്പോഴും ബേസ് എപ്പോൾ എന്ത് ചെയ്യുക? കോസ്റ്റ് പ്രൈസ് ആയിരിക്കും, ഇൻറ്റു 100. അപ്പോൾ ഇതെത്രയാണ്? 20%. സി, രണ്ടാമത്തെ ചോദ്യം നോക്കാം. എ മാൻ സെൽസ് ആൻ ആർട്ടിക്കിൾ ഫോർ 800 അറ്റ് എ ലോസ് ഓഫ് 20%. അപ്പോൾ നമുക്ക് സെൽസ് ആൻ ആർട്ടിക്കിൾ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് നമ്മൾ എപ്പോൾ എന്ത് ചെയ്യുക? ഈ സൈഡും കോസ്റ്റ് പ്രൈസ് എപ്പോൾ നമ്മൾ ഇവിടെ എഴുതുക. അപ്പോൾ സെൽസ് ആൻ ആർട്ടിക്കിൾ ഫോർ 800, അപ്പോൾ ഈ സൈഡ് ഇപ്പോൾ 800. എക്സാമിന് നമ്മൾ എന്ത് ചെയ്യുക? ഇതൊന്നും എഴുതണമെന്നില്ല, ഡയറക്റ്റ് ഈ സൈഡ് 800 ആ രീതിയിൽ നമുക്ക് എഴുതിയാൽ മതി. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 800 നമുക്ക് കണ്ടുപിടിക്കേണ്ട കോസ്റ്റ് പ്രൈസാണ്. അപ്പോൾ നമുക്കറിയാം ഈ ലോസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 0.8 ആണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 100 മൈനസ് 20 മൈനസ് ആവാൻ കാരണം ഇത് ലോസ് ആയതുകൊണ്ട് ബൈ 100. അപ്പോൾ 80 ബൈ 100 എന്ന് പറയുന്നത് 0.8. അപ്പോൾ നമ്മൾ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? എപ്പോഴും 800 ബൈ 0.8 ചെയ്യുക. അപ്പോൾ 1000 ഉത്തരം. ആൻസർ ബി. ഇത് ലോസ് ആയതുകൊണ്ടാണ് 0.8 വന്നത്. മൂന്നാമത്തെ ചോദ്യം. എ ഷോപ്പ് കീപ്പർ മാർക്സ് ആൻ ഐറ്റം അറ്റ് 1000. അതായത് മാർക്ക് പ്രൈസ് നമ്മൾ ഇടുക, സെല്ലിംഗ് പ്രൈസ് ഇടുക, കോസ്റ്റ് പ്രൈസ് ഇടുക. ഇതാണ് അതിൻ്റെ മെത്തേഡ്. എപ്പോൾ ഈ രീതിയിൽ നമ്മൾ എഴുതണം. അപ്പോൾ മാർക്ക് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 1000. ഗീവ്സ് ഡിസ്കൗണ്ട് 10%. നമുക്ക് എപ്പോൾ എന്ത് ചെയ്യുക? മാർക്ക് പ്രൈസിലാണ് ഡിസ്കൗണ്ട് കൊടുക്കുക. ഡിസ്കൗണ്ട് 10% എന്ന് പറയുമ്പം അതിൻ്റെ ഫാക്ടർ 0.9 തരിക. അതും എങ്ങനെ കിട്ടിയത്? 100 മൈനസ് 10 ബൈ 100. ഈ മൈനസ് എന്തുകൊണ്ട് പ്ലസ് ആയിട്ടില്ല വെച്ചാൽ ഡിസ്കൗണ്ട് അപ്പോൾ മൈനസേ വരും. അപ്പോൾ 0.9 ആണ് ഫാക്ടർ. അപ്പോൾ 100 ഇൻറ്റു 0.9 എത്രയായി? 900. അപ്പോൾ സെല്ലിംഗ് പ്രൈസാണ് നമുക്ക് ചോദിച്ചത്. അപ്പോൾ 900 ഉത്തരമായി. കാരണം ഡിസ്കൗണ്ട് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക? സെല്ലിംഗ് പ്രൈസ് എപ്പോൾ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് 1000 ബൈ 0.9 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? വലിയ സംഖ്യ വരിക, അത് വരില്ല. അപ്പോൾ 1000 ഇൻറ്റു 0.9 ചെയ്താലേ ചെറിയ സംഖ്യ വരൂ. കാരണം ഡിസ്കൗണ്ട് കഴിച്ച ശേഷം സെല്ലിംഗ് പ്രൈസ് എപ്പോൾ ചെറിയ വാല്യൂ ഉണ്ടാവുക, കൂടൂല, കുറയേ ഉള്ളൂ. നാലാമത്തെ ചോദ്യം. ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ 720. അതായത് സെല്ലിംഗ് ആർട്ടിക്കിൾ ഫോർ 720 SP. എ മാൻ ഗെയിൻസ് 120. ഗെയിൻസ് ആണ് പ്ലസ് എ. അപ്പോൾ കോസ്റ്റ് പ്രൈസാണ് ചോദിച്ചത്. അപ്പോൾ 720 ബൈ 1.2. അതെങ്ങനെ കിട്ടിയ 1.2? 100 പ്ലസ് 20 ബൈ 100. അപ്പോൾ 1.2. അപ്പോൾ നേരെ ഡയറക്റ്റ് 720 ബൈ 1.2 ചെയ്താൽ 600 കിട്ടും. 12 6. ഓക്കെ. അപ്പോൾ ആൻസർ സി. അഞ്ചാമത്തെ ചോദ്യം. എ മാൻസ് ബൈസ് എ പെൻ. ബൈ എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ്. സെൽസ് ഇറ്റ് ഫോർ 45. ലോസ് പെർസെൻറ്റേജ്. അപ്പോൾ 5 SP മൈനസ് CP ബൈ CP 50 ഇൻറ്റു 100. അപ്പോൾ 10%. അത് സിമ്പിൾ ചോദ്യം. ആറാമത്തെ. എ ട്രേഡർ ഗെയിൻസ് 25% ആഫ്റ്റർ ഗിവിങ് 20% ഡിസ്കൗണ്ട് ഓൺ മാർക്കറ്റ് പ്രൈസ്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോകും. പക്ഷേ ഭയങ്കര സുഖമാണ്. 2% ഉണ്ട് വെച്ചിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ മാർക്ക് പ്രൈസ് ഇടുക, പിന്നെ സെല്ലിംഗ് പ്രൈസ്, പിന്നെ കോസ്റ്റ് പ്രൈസ്. ഈ മെത്തേഡാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുക? എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ കോസ്റ്റ് പ്രൈസ് ഒരു 100 എടുക്കുക. ഒരു എക്സാമ്പിളായിട്ട് ഈ CP 800 തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ 100 കോസ്റ്റ് പ്രൈസ് എടുത്താൽ എ ട്രേഡർ ഗെയിൻസ് 20%. അപ്പോൾ ഇത് 125 ഗെയിൻസ് അല്ലേ, 25%. അപ്പോൾ 100-നേക്കാളും 25 കൂടുതൽ, അപ്പോൾ 125. ആഫ്റ്റർ ഗിവിങ് 20% ഡിസ്കൗണ്ട്. അപ്പോൾ ഈ ഡിസ്കൗണ്ട് കിട്ടാൻ, മാർക്ക് പ്രൈസ് കിട്ടാൻ വേണ്ടി
ബൈ 0.8. ഈ 0.8 എങ്ങനെ ഇട്ട് വെച്ചാൽ 20% നമ്മൾ പറഞ്ഞു 100 മൈനസ് 20 ബൈ 100. അപ്പോൾ എത്രയായി? 0.8. മാർക്ക് പ്രൈസാണ് കൂടുക, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഇനി നമ്മളെല്ലാം എന്ത് ചെയ്യാം? അപ്പോൾ ഇനി CP തന്നിട്ടുണ്ട് 800. അപ്പോൾ 100 പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം? 800 തന്നിട്ടുണ്ട്. നമുക്കെന്താ കണ്ടത്? മാർക്ക് പ്രൈസാണ്. ഈ സംഖ്യ നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഒരു പാർട്ട് എത്രയായി? 800 ബൈ 100 8. നമുക്ക് കാണേണ്ടത് 125 ബൈ 0.8 കാണേണ്ടത്. അപ്പോൾ ഈ സൈഡ് 125 ഇൻറ്റു 0.8 ചെയ്യുക ബൈ 0.8. 125 ബൈ 0.8. അപ്പോൾ 1250. ഈസി. ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി വേറെ രീതിയിൽ വേണം ചെയ്യാത്. നോക്കിക്കോ, ഇത് മാർക്ക് പ്രൈസ്, ഇത് സെല്ലിംഗ് പ്രൈസ്, ഇത് കോസ്റ്റ് പ്രൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? വേണമെങ്കിൽ മാർക്ക് പ്രൈസ് 100 എടുത്തോ, കുഴപ്പമില്ല. ഫസ്റ്റ് 100 എടുത്തു. അപ്പോൾ ബൈ ഫസ്റ്റ് 20% ഡിസ്കൗണ്ടാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 80 വരും. അപ്പോൾ കോസ്റ്റ് പ്രൈസിൽ പിന്നെ 25% ഗെയിൻ. അപ്പോൾ ഇത് 80 ബൈ 1.25. എന്നാലും സെയിമാണ്. അപ്പോൾ 80 ബൈ 1. ഈ പാർട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക? 800 തന്നിട്ടുള്ളത്. നമുക്ക് കണ്ട 100. അപ്പോൾ 20 ക്യാൻസലായി 1. അപ്പോൾ ഒരു പാർട്ട് പറയുമ്പോൾ എത്രയായി? ഇവിടെ തന്നെ 1250. ഇങ്ങനെ ആയാലും ചെയ്യാം. നമ്മളിഷ്ടമാണ് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത്. ഇവിടെ നമ്മൾ ഫോമിൽ അപ്ലൈ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് തന്നെ എടുക്കും. MP മൈനസ് SP ബൈ SP എന്നെല്ലാം പറഞ്ഞ് എടുക്കുമ്പോൾ. പക്ഷേ ഈ മെത്തേഡ് ആകുമ്പോൾ വെറൊരു 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഐറ്റം കിട്ടി. 7ാമത്തെ ചോദ്യം. എ ഷോപ്പ് കീപ്പർ സെൽസ് 2 ഐറ്റം അറ്റ് 500 ഈച്ച്. രണ്ടിനും എന്ത് ചെയ്യുക? 500 രൂപ. SP 1ഉം സെല്ലിംഗ് പ്രൈസ് 1ഉം സെല്ലിംഗ് പ്രൈസ് 2 ഇടുക ഈക്വലാണ്. രണ്ടിനും ഈക്വലായി. അപ്പോൾ 1 ഹി ഗെയിൻസ് 20%, അതർ ഹി ലൂസസ് 20%. അപ്പോൾ നമുക്കത് ഇപ്പോൾ 100 ഇതിപ്പോൾ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ ഇത് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഒന്നാമത്തെ എന്ത് ചെയ്യുക? 20% ഗെയിനാണ്. അപ്പോൾ ഇത് 120. രണ്ടാമത്തേനോ 20% നഷ്ടത്തിലാണ്. അപ്പോൾ 80. അപ്പോൾ ഇതെല്ലാം വേണം ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഇതും ക്ലോസ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് 5, ഇത് 6, ഇത് 5, ഇത് 4. അപ്പോൾ ഇങ്ങനെ കിട്ടും. അതായത് 5, ഇത് 6, ഇത് 5, ഇത് 4. നമുക്ക് പറയാം സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യുക? ഈക്വലാണെന്ന് ചോദിച്ചു തന്നിട്ട്. അപ്പോൾ നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ആക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്യുക. ഇവിടെ നമ്മൾ 3 ചെയ്യുക. അപ്പോൾ എന്തായി? ഇത് 10, ഇത് 12. രണ്ടാമത്തത് ഇത് 15ഉം ഇതെത്ര? ഇത് 12. അപ്പോൾ ഇപ്പം എന്ത് ചെയ്യും? സെല്ലിംഗ് പ്രൈസ് ഈക്വലായി. അപ്പോൾ ടോട്ടൽ പറയുന്നത് 25, ഇത് 24. അപ്പോൾ നമുക്കത് നഷ്ടത്തിലാണ്. കാരണം സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യുക? കോസ്റ്റ് പ്രൈസിനേക്കാളും കുറവാണ്. അപ്പോൾ നഷ്ടമാണ്. നമുക്കൊരു ചോദ്യം തന്നിട്ട് 500 ഈച്ച്. അതായത് ഈ വാല്യൂ 12 എന്ന് പറയുന്ന വാല്യൂ, അതായത് 12 പാർട്ട് നമുക്ക് എന്ത് ചെയ്യുക? 500 എന്ന് ചോദിച്ച് പ്രത്യേകം തന്നിട്ടുണ്ട്. നമുക്കെന്താ കണ്ടുപിടിക്കണ്ടേ? ഓവറോൾ റിസൾട്ടാണ്. അതായത് ലോസ് എത്രയാണ്, എത്ര പൈസ ലോസ്, എത്ര ഓപ്ഷൻ, എത്ര ശതമാനമല്ല എത്ര പൈസ നഷ്ടം. അപ്പോൾ ഈ ഡിഫറൻസ് എത്ര പൈസയാണ്? 1 റുപ്യ. 25 മൈനസ് 24 പറയുമ്പോൾ 1 റുപ്യ ഒരു പാർട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 12 പാർട്ട് 500. അപ്പോൾ ഒരു പാർട്ട് പറയുമ്പോൾ 500 ബൈ 12. അതെത്രയാണ്? ഏകദേശം 41. ഓപ്ഷൻ പിന്നെ അടുത്ത് D ആണ് ഉത്തരം. കറക്റ്റ് ആൻസർ 41 പോയിൻറ്റ് സംതിങ് ആണ്. ഓപ്ഷൻ D. 8ാമത്തെ ചോദ്യം. എ മാൻ സെൽസ് ആൻ ആർട്ടിക്കിൾ അറ്റ് 10% പ്രോഫിറ്റ്. അപ്പോൾ നമുക്കറിയാം ഇത് കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ ഇത് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇത് 110. ഓക്കെ. ഇഫ് ഹി സോൾഡ് ഫോർ 20 rupees മോർ, പ്രോഫിറ്റ് ബിക്കംസ് 20%. അപ്പോൾ കോസ്റ്റ് പ്രൈസ് മാറുന്നില്ല. അതേ ഐറ്റം എന്ത് ചെയ്യുക? 20% കൂടുതലാണെങ്കിൽ 20 റുപ്യ ലാഭമെന്നാണ് പറയുന്നത്. അപ്പോൾ 20% ലാഭം എന്ന് പറയുമ്പോൾ ഇത് എത്രയായി? 120. ഇത് ഫസ്റ്റ് കേസ്, ഇത് സെക്കൻഡ് കേസാണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുക? 20 റുപ്യാണ് തന്നത് ചോദ്യത്തിൽ. ഇതാ. അപ്പോൾ നമുക്കെന്താ കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇതെത്രയാണ്? 10 പാർട്ട്. 10 പാർട്ട് എന്ന് പറയുന്നത് 20. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന 100 പാർട്ട്. 20 ബൈ 10 ഇൻറ്റു 100. അപ്പോൾ 200. ആൻസർ C. എ ട്രേഡർ യൂസസ് ഫോൾസ് വെയിറ്റ് ആൻഡ് ഗെയിൻസ് 20%. അപ്പോൾ ഗെയിൻസ് 20. അപ്പോൾ ഇത് കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യുക? 120.
ഫൈൻഡ് ദ വെയിറ്റ് ഗിവൺ ഇൻസ്റ്റെഡ് ഓഫ് 1 കിലോ. അപ്പോൾ 1 കിലോ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ 1000 ആണെങ്കിൽ 1 കിലോ 1000 ഗ്രാം അല്ലേ. അപ്പോൾ ഇവിടെ 1000, ഇവിടെ എക്സ്. ഈ എക്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് ഇൻസ്റ്റെഡ് ഓഫ് 1 കിലോ വേറെ വെയിറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മാത്രം 20% ലാഭം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 120 ഇൻറ്റു എക്സ്, ഇത് വെയിറ്റ്, ഇത് എമൗണ്ട്, ഇത് മൾട്ടിപ്ലൈ. അപ്പോൾ 120 എക്സ് ഈക്വൽ ടു 100 ഇൻറ്റു 1000. എക്സ് ഈക്വൽ ടു നമുക്കറിയാം 1/12 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പെർസെൻറ്റേജിൽ പഠിച്ചതാണ് 8.33 ആണ്. അപ്പോൾ 8.33 ഇൻറ്റു ഈ സംഖ്യ. ഓപ്ഷൻ നോക്കിയാൽ 833 ഇതേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ഉത്തരം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ ഷോപ്പ് കീപ്പർ മാർക്സ് ഗുഡ്സ് 40% എബവ് CP. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ CP 100 എടുത്തു കഴിഞ്ഞാൽ മാർക്ക് പ്രൈസ് അത് നമ്മൾ ഇവിടെ ആദ്യം എഴുതുന്നത് അത് എത്രയാണ്, 40% എബവ്. അപ്പോൾ 140. ആൻഡ് ഗീവ്സ് 20% ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് എന്ത് ചെയ്യുക, 20%. 20% പറയുമ്പോൾ 0.8. 14 ഇൻറ്റു 8 എത്രയാണ്, 112. 0. അപ്പോൾ എത്ര ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര, 12. ഇതാ 12. ആൻസർ ബി. ഇത്ര സിമ്പിളാണ്. ഈ മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാം.